ഉദ്യോഗാർത്ഥികളുടെ കടുത്ത ആശങ്കകൾക്ക് വഴിവെച്ചുകൊണ്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ PSCക്കെതിരെ അതീവ ഗുരുതരമായ ക്രമക്കേട് ആരോപണങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. സംസ്ഥാന ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷാ നടത്തിപ്പിൽ PSC വൻ അട്ടിമറി നടത്തിയതായാണ് പരാതികൾ ഉയർന്നിരിക്കുന്നത്. പരീക്ഷാ രീതികളെ കൃത്യമായി നിയന്ത്രിക്കുന്ന ഔദ്യോഗിക സ്പെഷ്യൽ റൂൾ വ്യവസ്ഥകൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് PSC പരീക്ഷ നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പുതിയ ഉദ്യോഗാർത്ഥികളെ നിയമവിരുദ്ധമായി തിരികെ കയറ്റാനുള്ള ബോധപൂർവമായ നീക്കങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് പ്രധാന ആക്ഷേപം. PSC നടത്തുന്ന മറ്റ് സാധാരണ പരീക്ഷകളിൽ നിന്നും തികച്ചും വ്യത്യസ്തവും അതീവ പ്രാധാന്യമേറിയതുമായ ഒന്നാണ് ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷ. പരീക്ഷാ രീതിയിലും അതുപോലെ പരീക്ഷയ്ക്കായി നിശ്ചയിച്ചിട്ടുള്ള വർഷങ്ങളുടെ കാര്യത്തിലും കൃത്യമായ സ്പെഷ്യൽ റൂളുകളുള്ള സംസ്ഥാനത്തെ വളരെ ചുരുക്കം പരീക്ഷകളിൽ ഒന്നാണിത്. എന്നാൽ ഈ പരീക്ഷാ നടത്തിപ്പിൽ അതീവ കർശനമായി പാലിക്കേണ്ട സ്പെഷ്യൽ റൂൾ വ്യവസ്ഥകൾ PSC പൂർണ്ണമായും ലംഘിച്ചതായാണ് വ്യക്തമാകുന്നത്. നിലവിലുള്ള ഔദ്യോഗിക നിയമങ്ങളെയും റൂളുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ ഒരു പരീക്ഷ 2 തവണയായി നടത്താനാണ് PSC തയ്യാറായത്. പരീക്ഷാ പ്രക്രിയയുടെ സുതാര്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഈ നടപടിയെന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു. കേരള PSC നടത്തിയ ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷാ നടത്തിപ്പിന്റെ റൂൾ ലംഘനങ്ങൾ കേവലം സാങ്കേതികമായ ചില പിഴവുകൾ മാത്രമായി കാണാൻ കഴിയില്ലെന്ന അതീവ ഗുരുതരമായ വസ്തുതകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പരീക്ഷ 2 തവണയായി നടത്തിയതുവഴി സ്പെഷ്യൽ റൂൾ വ്യവസ്ഥകൾ ലംഘിച്ച PSC റാങ്ക് ലിസ്റ്റിലും നിയമനങ്ങളിലും കൃത്യമായി പാലിക്കേണ്ട അനുപാതങ്ങൾ കൂടി അട്ടിമറിച്ചിരിക്കുകയാണ്. ഈ ഒരു നടപടിക്ക് പിന്നിൽ വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ടെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നും ശക്തമായി ഉയരുന്നത്. ഡിവിഷണൽ അക്കൗണ്ടന്റ് തസ്തികയിലേക്കുള്ള നിയമന നടപടികളിൽ കൃത്യമായ ഒരു അനുപാതം അഥവാ റേഷ്യോ സ്പെഷ്യൽ റൂൾ വ്യവസ്ഥകൾ പ്രത്യേകമായ റേഷ്യോ സ്പെഷ്യൽ റൂൾ വ്യവസ്ഥകളിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ പരീക്ഷ നടത്തിപ്പിലുണ്ടായ അട്ടിമറികൾക്ക് പിന്നാലെ റൂൾ പ്രകാരം നിർബന്ധമായും പാലിക്കേണ്ട ഈ ഒരു അനുപാതം പൂർണ്ണമായി തെറ്റിക്കാൻ PSC ഔദ്യോഗികമായി മുതിർന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. നിലവിലുള്ള എല്ലാ നിയമപരമായ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് PSC ഈ ഒരു അനുപാത ലംഘനം നടത്തിയിട്ടുള്ളത്. ഈ ഒരു പരീക്ഷാ ക്രമക്കേട് അനുപാതം തെറ്റിക്കലും യാദർശികമായി സംഭവിച്ചതല്ല, മറിച്ച് വലിയൊരു അട്ടിമറിയുടെ ഭാഗമാണെന്ന കടുത്ത ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. നിയമപരമായ അനുപാതങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് തങ്ങൾക്ക് താല്പര്യമുള്ള ചില ഉദ്യോഗാർത്ഥികളെ വഴിവിട്ട രീതിയിൽ ലിസ്റ്റിലേക്ക് തിരികെ കയറ്റാനാണ് PSC ഇപ്പോൾ ശ്രമിക്കുന്നത്. പരീക്ഷാ പ്രക്രിയയുടെ സുതാര്യതയെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് പുതിയ ആളുകൾക്ക് വേണ്ടി പരീക്ഷാ രീതികളിൽ മാറ്റം വരുത്താൻ PSC ബോധപൂർവമായ നീക്കങ്ങൾ നടത്തിയെന്നാണ് ഉദ്യോഗാർത്ഥികൾ പ്രധാനമായും ആക്ഷേപിക്കുന്നത്. PSCയുടെ ഈ കടുത്ത ക്രമക്കേടുകളും പുതിയ ആളുകളെ തിരികെ കയറ്റാനുള്ള നീക്കങ്ങളും നേരിട്ട് ബാധിച്ചിരിക്കുന്നത് വർഷങ്ങളായി പ്രൊമോഷന് കാത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരെയാണ്. സ്പെഷ്യൽ റൂളുകൾ അട്ടിമറിക്കപ്പെടുകയും പുതിയ ആളുകൾക്കായി അനുപാതങ്ങൾ മാറ്റി എഴുതപ്പെടുകയും ചെയ്തതോടെ ബൈ ട്രാൻസ്ഫർ വഴി ഡിവിഷണൽ അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് ഉയരാൻ അർഹതയുണ്ടായിരുന്ന UD ക്ലർക്കുമാർക്കാണ് തങ്ങളുടെ വലിയൊരു കരിയർ അവസരം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നത്. സർവീസിൽ ഇരുന്ന് കൃത്യമായി യോഗ്യത നേടിയ ജീവനക്കാരെ പുറന്തള്ളിക്കൊണ്ടാണ് PSC പുതിയ അട്ടിമറിക്ക് വഴി തുറന്നിരിക്കുന്നത്. വിശ്വാസ്യതയുടെ പ്രതീകമാകേണ്ട PSCയിൽ നിന്നും സ്പെഷ്യൽ റൂളുകൾ അട്ടിമറിച്ചുകൊണ്ട് ഇത്തരമൊരു ക്രമക്കേട് ആരോപണം ഉയരുന്നത് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെയും നിലവിലത്തെ സർക്കാർ ജീവനക്കാരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്ന ഒന്നാണ്. ബൈ ട്രാൻസ്ഫർ UD ക്ലർക്കുമാരുടെ അവസരങ്ങൾ നഷ്ടമാക്കി ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ PSC ഔദ്യോഗിക വിശദീകരണം നൽകുമോ അതോ ഉദ്യോഗാർത്ഥികളെ നിയമ നടപടികളിലേക്ക് കടക്കുമോ എന്ന് കണ്ടു തന്നെ അറിയാം.